ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4 നാൾ മാത്രം ശേഷിക്കെ പ്രചാരണം ഉച്ചസ്ഥായിലാക്കി മുന്നണികൾ. ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് നേതാക്കൾ LDF-നെ ലക്ഷ്യം വെക്കുന്നതായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആരോപണത്തെ പി. ചിദംബരം പിന്തുണയ്ക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവധി ദിവസമായ ഇന്ന് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് മുന്നണികൾ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഇതോടൊപ്പം പ്രചാരണ യോഗങ്ങളും റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നതാണോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതാണോ കോൺഗ്രസിന്റെ പ്രഥമ ലക്ഷ്യമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. Which stated objective is to save India today, save our constitution, save democracy. That UDF parties, when they come to Kerala, the principal target is the LDF and the Chief Minister and the CPIM and not the BJP. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരേ സ്വരത്തിലാണ് സംസാരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 2014 മുതൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി, വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു. പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പരാമർശമില്ലെന്ന ആരോപണം തെറ്റെന്ന് കോൺഗ്രസ് നേതാവ് പി. ചിദംബരം. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ആരോപണത്തെ ചിദംബരം പിന്തുണച്ചില്ല. The CAA will be repealed, not amended, will be repealed. We have made it clear. NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ കൊല്ലത്തെത്തി. 24 തിരുവനന്തപുരം.